ഫർസാനയുടെ സഹോദരൻ അമൽ മുഹമ്മദാണ് നമുക്കുള്ളത്. ഫർസാൻ എന്തിനായിരുന്നു പഠിക്കുന്നത്? ബേസിക് കെമിസ്ട്രി. അഞ്ചല് അല്ല സെന്റ് ജോൺസ് അഞ്ചൽ സ്കൂൾ കോളേജിൽ എന്താ സംഭവിച്ചതെന്ന് വല്ല ഇത്രയും ഗതികെട്ട വൃത്തികെട്ട തന്നില്ലാത്ത ടീംസ് വേറെ അത് ഈ ന്യൂസ് ചാനലുകാരാണ്. ഇവര് കഴിഞ്ഞിട്ടുള്ള വേറെ ഏത് ടീമും ഇത്രയും അപകടം പറ്റിയ ആ ഒരു വീട്ടിലെ അവസ്ഥ, അതുപോലും സിറ്റുവേഷൻ എന്താന്നുള്ളത്, കറക്റ്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാണ്ട് അവിടെ പോയി നിന്നിട്ട് മൈക്കും തിരികെയായിട്ട് അവനക്ക് റീച്ച് ഉണ്ടാക്കാൻ നോക്കണം അവന്റെ ചാനലുകാർക്ക്. അവർക്ക് ഈ സമയത്ത് അപകടം പറ്റി കിടക്കുന്ന സമയത്ത് മാത്രം അവരിങ്ങനെ ഓടി നടന്നിട്ട് എല്ലായിടത്തുനിന്നും അവരുടെ മനോവിഷമം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാണ്ട് ക്യാമറയും അവന്റെ മൈക്കും തിരികെയായിട്ട് അങ്ങോട്ട് ചെല്ലും. അവിടെ ചെന്നിട്ട് അവിടെ വീഡിയോ എടുത്ത് കവർ ചെയ്ത് ആ ഒരു സമയത്തിന് വേണ്ടി മാത്രം. പിന്നെ അവന്മാരെ മഷിട്ട് നോക്കി ആ ഭാഗത്ത് കാണില്ല. എടാ മരയോന്തേ ഊള റിപ്പോർട്ടറെ, നിനക്കൊക്കെ തലക്ക് സുഖമില്ല എന്നാണ് ചിന്തിക്കേണ്ടത്. കാരണം ആ വീട്ടിലെ ചെക്കൻ്റെ സ്വന്തം പെങ്ങളെയാണ് മറ്റേ നായി, ബുദ്ധിയില്ലാത്തവനല്ല ബുദ്ധിയുള്ളവൻ തന്നെയാണ് ആ നായി വൃത്തികെട്ടവനെ കൊണ്ടുപോയിട്ട് തലക്കടിച്ചു വന്നത്. ആ ഒരു ചൂട് ആ വീട്ടിൽ നിന്ന് മാറാനായിട്ട് മുന്നേ, ആ വിഷമം അവരുടെ മനസ്സിലത്രയുള്ള വിഷമം മാറാനായിട്ട് മുന്നേ അവിടെ ചെന്നിട്ട് തന്നെ നിങ്ങൾക്ക് ഈ റിപ്പോർട്ട് ഉണ്ടാക്കണം. അതിൻ്റെ വല്ല കാര്യം ഇരിക്കുന്നുണ്ടാ? ജനങ്ങൾക്ക് ഒന്നും കാണാൻ യാതൊരു താല്പര്യമില്ല. ഇത് ശുദ്ധമായ തന്തയില്ലായ്മത്തിന് തെണ്ടിത്തരം തന്നെ പറയാൻ പറ്റുള്ളൂ.